ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏത്തപ്പഴം ഫിൽ ചെയ്ത ഒരു കൊഴുക്കട്ടയാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായി നമുക്ക് കൊഴുക്കട്ടയ്ക്കായുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 4 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുത്തുകൊണ്ട് ഏത്തപ്പഴം നന്നായി വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏത്തയ്ക്ക ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തുകൊണ്ട് ഏകദേശം 1 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തുകൊണ്ട് ശർക്കര നന്നായി മെൽറ്റായി യോജിക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ശർക്കര നന്നായി ഉരുകി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കാം. ഇതിനായി ഒരു പാത്രത്തിലേക്ക് 240 മില്ലിയുടെ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇട്ടുകൊടുത്ത ഉപ്പ് എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുവാനായിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം അല്പാൽപമായി ചേർത്ത് കൊടുത്തുകൊണ്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മാവെടുത്ത് ബോൾ പോലെ ആക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഫില്ലിംഗ് നിറച്ചതിന് ശേഷം വീണ്ടും ഉരുട്ടി ബോൾ പോലെ ആക്കുക. മാവ് കംപ്ലീറ്റ് തീരുന്നത് വരെ ഈ പ്രോസസ്സ് തുടരുക. ഇനി നമുക്ക് തയ്യാറാക്കിയ കൊഴുക്കട്ടകളെല്ലാം ഒരു ഹോളുള്ള പാത്രത്തിൽ വെച്ചതിന് ശേഷം കുക്കറിൽ വെച്ച് ഒരു 12 മുതൽ 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റായോ 4 മണി കാപ്പിയുടെ ഒപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഈ വിഭവം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.